എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ മുരിങ്ങയ്ക്ക തക്കാളി കറിയാണ് തയ്യാറാക്കുന്നത്. ചോറിനും മറ്റേത് ഭക്ഷണത്തിൻ്റെ കൂടെയും ഇതുപോലൊരു കറി ഉണ്ടെങ്കിൽ പിന്നെ വേറൊരു കറിയുടെ ആവശ്യമേ ഇല്ല. ഇത് മാത്രം മതിയാവും ടേസ്റ്റോട് കൂടി ചോറുണ്ണാനും ഭക്ഷണം കഴിക്കാനും. അപ്പോൾ ഇതുപോലൊരു കറി നിങ്ങളാരും ഇതുവരെ തയ്യാറാക്കിയിട്ടില്ല എങ്കിൽ ഉറപ്പായിട്ടും തയ്യാറാക്കാൻ വിട്ടു പോകരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ മൺചട്ടിയിലാണ് തയ്യാറാക്കുന്നത്. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി ഇതിലേക്കൊരു 100 ഗ്രാം ചെറിയ ചുവന്നുള്ളി, കുറച്ച് വലിയ സൈസ് ആയതുകൊണ്ട് തന്നെ ഞാനൊന്ന് നടുവേ ഒന്ന് മുറിച്ചാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു വലിയ സവോളയും കൂടി 4ആയിട്ട് മുറിച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ സവോള ഒഴിവാക്കാവുന്നേ ഉള്ളൂ. ചെറിയ ഉള്ളി മാത്രം മതിയെങ്കിൽ ചെറിയ ഉള്ളി മാത്രം വെച്ച് നമുക്ക് ഈ കറി തയ്യാറാക്കിയെടുക്കാം. ഇതുപോലെ കറി തയ്യാറാക്കിയാലും വളരെയധികം നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇപ്പം മുരിങ്ങയ്ക്കയുടെയൊക്കെ കാലമല്ലേ, അപ്പോൾ ഇഷ്ടംപോലെ മുരിങ്ങയ്ക്കയൊക്കെ നമുക്ക് കിട്ടുന്ന സമയമാണ്. അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് കറി വെറൈറ്റി ആയതൊക്കെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇതിപ്പോൾ ഏത് ഭക്ഷണത്തിൻ്റെ കൂടെയും നമുക്ക് കഴിക്കാം. ചപ്പാത്തിയുടെ കൂടെയൊക്കെ അടിപൊളി കറിയാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് മിസ് ചെയ്യരുത്. നല്ലൊരു കറി ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ തയ്യാറാക്കി നോക്കുക. പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാനും സാധിക്കും. ഒരു 5 മിനിറ്റ് 5-10 മിനിറ്റ് മാത്രം മതിയാവും കേട്ടോ ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട്. ഒന്ന് വഴറ്റിയെടുക്കേണ്ട ഒരു താമസം മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് മുരിങ്ങയ്ക്ക നീളത്തിൽ, ഞാൻ കുറച്ച് വലിപ്പത്തിലുള്ള മുരിങ്ങയ്ക്ക ആയതുകൊണ്ട് ഞാനൊന്ന് നടുവേ ഒന്ന് കീറി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നാൽ അധികം മൂത്തതും അല്ല, ഇളം മുരിങ്ങയ്ക്കയാണ് നമ്മുടെ ഈ കറിക്ക് ഏറ്റവും നല്ലത്. അപ്പോൾ ഈ മുരിങ്ങയ്ക്കയും കൂടെ ഇട്ടൊന്ന് നമ്മൾ വഴറ്റിയെടുക്കുക. ഉള്ളിയുടെയും മുരിങ്ങയ്ക്കയുടെയും എല്ലാത്തിൻ്റെയും ഒന്ന് പച്ചമണം ഒന്ന് മാറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വഴറ്റിയെടുക്കുന്നത്. പച്ചയോട് കൂടി വഴറ്റാതെ നമുക്ക് കറി വയ്ക്കാം, പക്ഷേ അന്നേരം ഈ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടത്തില്ല. ഇതിൻ്റെയൊക്കെ പച്ചമണം മാറ്റിയെടുത്തിട്ട് കറി വയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. കൂടെ ലൈക്കും കമൻറ്റും എല്ലാം നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി ഒന്ന് അറിയിക്കുക. അപ്പോൾ ഈ ഒരു കറി രാവിലെ നമ്മൾ തയ്യാറാക്കിയാൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയായി, ഉച്ചയ്ക്ക് ഊണിനുമായി. അപ്പോൾ 2 നേരത്തെ കറി വയ്ക്കൽ നമുക്ക് ഒഴിവാക്കാനാവും. അപ്പം മുരിങ്ങയ്ക്കയുടെയും ഉള്ളിയുടെയും ഒക്കെ പച്ചമണം ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു വലിയ സ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉള്ളത്. കാരണം നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുള്ളത് കൊണ്ട് അതിന് കുറച്ച് എരിവുണ്ട്. ഇനി നമ്മളൊരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഈ മുളകിൻ്റെയും കൂടി ഒന്ന് പച്ചമണം ഒന്ന് മാറ്റിയെടുക്കാം. മൺചട്ടിക്ക് നല്ല ചൂടുള്ളത് കൊണ്ട് തന്നെ മസാലയുടെ പച്ചമണമൊക്കെ പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും. അധികം വഴറ്റേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ തന്നെ നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നല്ല പഴുത്ത തക്കാളിയാണ്. ഞാനിവിടെ 2 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ഈ തക്കാളി അധികം വെന്ത് കുഴയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, വെന്താൽ മതിയാകും. അപ്പോൾ തക്കാളിയും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നല്ല ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുന്നതിലും നല്ലത് ചെറു ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി ഈ കറിയെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇങ്ങനെ മൂടി വെച്ച് കൊടുത്താൽ നമ്മുടെ മസാലകളെല്ലാം മുരിങ്ങയ്ക്കയിൽ നന്നായിട്ട് തന്നെ പിടിച്ചോളും. ഒരു 5 മിനിറ്റ് നേരം മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഈ കറിയിലേക്ക് കുറച്ച് തേങ്ങ കൂടി അരച്ച് ചേർക്കണം. അതിനായിട്ട് ഒരു അരമുറിയിൽ കൂടുതൽ തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെളുത്തുള്ളി ചേർക്കണം. ഞാനിവിടെ വെളുത്തുള്ളി പൊടിയാണ് ചേർക്കുന്നത്. എൻ്റെ ചാനലിൽ ഞാൻ ഈ വെളുത്തുള്ളി പൊടിച്ചതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കാണുക. നമുക്ക് നല്ല ഉപകാരമാണ് കേട്ടോ. അതുപോലെ നമ്മുടെ പാചകമൊക്കെ നമുക്ക് എളുപ്പമായിട്ട് ചെയ്യാനും സാധിക്കും. ഇങ്ങനെയൊക്കെ ചെയ്ത് വെച്ചാൽ ഇതിൻ്റെ മണവും ഗുണവും ഒന്നും പോകാത്ത രൂപത്തിലാണ് ഞാനിങ്ങനെ പൊടിച്ച് വെച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് കാണാത്തവരുണ്ടെങ്കിൽ കാണുക. ഇനി ഇതിലേക്ക് ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നല്ല പേസ്റ്റ് രൂപത്തിൽ തന്നെ നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് മൂടി തുറന്ന് നോക്കാം. നല്ല സ്മെല്ല് വരുന്നുണ്ട് മുരിങ്ങയ്ക്കയുടെയൊക്കെ.
അപ്പം ഞാൻ വീണ്ടും പറയുകയാണ്, ഇത് നല്ലൊരു സൂപ്പർ കറിയാണ്, നിങ്ങൾ ആരും മിസ് ചെയ്യരുത്. ചപ്പാത്തിയുടെ കൂടെ ആയാലും ദോശയുടെയും ഇഡ്ഡലിയുടെയും എല്ലാത്തിൻ്റെ കൂടെ നല്ല കറിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് രാവിലെയും ഉച്ചക്കത്തേക്കും വേണ്ടിയിട്ട് 2 നേരമായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് സമയം ലാഭിക്കാം. ഇതിന് വേണ്ട അരപ്പുകൂടി നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. അതുകൂടി ഇതിലേക്ക് ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അല്പം വെള്ളം കൂടി നമ്മൾ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് എത്രയാണോ അതിന് ചാറ് വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് കുറുകിയിരിക്കേണ്ട, കുറച്ച് ലൂസായിട്ട് തന്നെ ഈ കറി ഇരിക്കണം. ഞാനിപ്പോൾ ഇത് ചോറിന് വേണ്ടിയിട്ടാണ് ഞാനിത് തയ്യാറാക്കുന്നത്. നമുക്ക് ചപ്പാത്തിക്ക് അല്ലെങ്കിൽ ഇഡ്ഡലിക്കൊക്കെ ആണെങ്കിൽ കുറച്ച് കുറുകിയാണെങ്കിലും നമുക്ക് ഇതുപോലെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇനി ആവശ്യത്തിന് നമുക്കിതിലേക്ക് ഉപ്പിട്ട് കൊടുക്കണം. ഞാനിവിടെ ഉപ്പ് നീരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഒരു 2 മിനിറ്റ് നേരം കൂടി നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം കേട്ടോ. ഈ അരപ്പൊക്കെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മൂടി വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പം നമ്മുടെ ആ പച്ചമണം എല്ലാം മാറിയിട്ടുണ്ട്. കറിയൊക്കെ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നല്ല പാകത്തിന് നമുക്ക് ചാറും എല്ലാം കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതാ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം കറിക്ക് നല്ല ടേസ്റ്റ്. ചില കറികൾ കാണുമ്പോഴേ നമുക്കറിയാം കറിയുടെ ഗുണം എന്താണെന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് വറവിട്ട് കൊടുക്കണം. ഈ സ്റ്റൗ ഓഫ് ചെയ്ത് വയ്ക്കാം നമുക്ക്. അപ്പോൾ ഒരു നോൺ സ്റ്റിക്കിൻ്റെ ചെറിയൊരു പാത്രം ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ ചൂടായി വരുന്ന സമയം കൊണ്ട് നമുക്ക് കടുകിട്ട് കൊടുക്കാം. ഞാനങ്ങനെ കടുകിന് അങ്ങനെ അളന്നൊന്നും ഞാൻ എടുക്കാറില്ല കേട്ടോ. എല്ലാം എൻ്റെ കൈയുടെ ആ ഒരു ഇത് വെച്ചിട്ടാണ് ഞാൻ എല്ലാം ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് നിത്യം നമ്മൾ ചെയ്യുന്ന ഒരു പാചകമായതുകൊണ്ട് നമുക്കറിയാം ഓരോരോ കാര്യങ്ങൾ എത്ര വേണമെന്ന്, അതിനനുസരിച്ചാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ കടുകെല്ലാം ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് പൊട്ടി വരട്ടെ. ഇനി ഇതിലേക്ക് ചെറിയ ഉള്ളി വട്ടത്തിൽ അരിഞ്ഞതും കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഞാൻ എൻ്റെ എല്ലാ കറികളുടെ റെസിപ്പിയിലും പറയാറുണ്ട്, നമ്മൾ കടുക് വറുക്കുന്ന സമയത്ത് പകുതി മൂത്ത് വരുന്ന സമയത്ത് തന്നെ നമ്മുടെ സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചാൽ നമുക്ക് കറക്റ്റ് പാകത്തിനായിട്ട് തന്നെ നമ്മുടെ ഉള്ളിയും എല്ലാം മൂത്ത് കിട്ടും. അപ്പോൾ അതാ ഞാൻ ഇത്രയായപ്പോൾ തന്നെ ഞാൻ എൻ്റെ സ്റ്റൗ ഓഫ് ചെയ്തു. ഇനി ഞാൻ ചൂടി തന്നെ നമ്മുടെ ഉള്ളിയെല്ലാം പാകത്തിന് മൂത്ത് വരും. അതാ നിങ്ങൾക്ക് കാണാൻ തന്നെ സാധിക്കുന്നുണ്ടല്ലോ. ഇതുപോലെ വേണം നമ്മൾ എപ്പോഴും കടുക് വറുക്കാനായിട്ട്. ആ ചൂട് മാത്രം മതി. പെട്ടെന്ന് തന്നെ നമുക്ക് നോൺ സ്റ്റിക്കും കൂടി ആയതുകൊണ്ട് നല്ല ചൂടുണ്ടാവുമല്ലോ. ഇനി നമ്മുടെ കറിയിലേക്ക് ഈ കടുക് വറുത്തത് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ മുരിങ്ങയ്ക്ക ഉള്ളി തക്കാളി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും മറക്കാതെ ട്രൈ ചെയ്യുക. വളരെയധികം നല്ല ടേസ്റ്റോടു കൂടി നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.